ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് വ്ളോഗായിട്ടാണ്. ഇപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ മാരേജ്. അപ്പോൾ മാരേജ് ഉള്ളത് ഐലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വെള്ളൂർ ഐലശ്ശേരിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ആഷിഖ് മാമ ഉണ്ട് കേട്ടോ അപ്പം. അപ്പോൾ ആഷിഖ് മാമ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഷഹനാനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് കാസ്താക്ക് എന്നെ യാത്രക്ക് ആക്കി തരികയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അവിടുന്ന് ഞങ്ങളങ്ങനെ പോയി. ആഷിഖ് മാമിയും ഞാനും ഉപ്പയും ഉമ്മയും സിനും ഷഹനയും കുട്ടിയായിരുന്നു. ഷഹനൻ്റെ മാമയുടെ വൈഫാണ് കേട്ടോ. ഇപ്പാടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പാൻ്റെ ഇമ്മാടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഷെയ്നിക്കാനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് കേട്ടോ മാരേജ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. സിനുവിന് വീഡിയോയിൽ നിൽക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം അവനെ ക്യാമറയുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊടുന്നിരുത്തുകയാണ്. ഞാൻ അങ്ങനെ പറയണം, അവൻ്റെ ഒപ്പമുള്ളവരൊക്കെ കാണുന്നുള്ള മടിയാണ് അവനിക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളങ്ങനെ അമ്പലപ്പാറ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് ഷഹനാനെയും അമ്നൂനെയും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അമ്നുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സെയ്മോൻ്റെ സെയിം ഏജാണ്. അവർ രണ്ടാളും നല്ല കൂട്ടാണ് കേട്ടോ. നമ്മളപ്പോൾ ഷഹനാനെയും അമ്നുവിനെയൊക്കെ കൂട്ടിയിട്ട് അവിടുന്ന് കുറച്ചങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാടൊക്കെ എത്താനായപ്പോഴാണ് ആഷിഖ് മാമ പറഞ്ഞത് നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോവാം പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാണ്. കുറച്ചങ്ങോട്ട് ഓടിയതല്ലേ വിചാരിച്ച് വണ്ടിയിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. കുട്ടികൾ രണ്ടാളുള്ളതല്ലേ, അവർക്കൊക്കെ ആകെ ചടപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച്. അപ്പോഴാണ് അവിടെ ഉപ്പിലിട്ട പൈനാപ്പിളും നെല്ലിക്കയും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോവും.
നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് റൂട്ടൊന്നും അറിയാത്ത കാരണം ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ആദ്യമായിട്ട് വരികയാണ്. ഇപ്പാടെ ഈ ഫ്രണ്ടിലെ ഞാനും ഉമ്മയൊക്കെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ് കേട്ടോ. പരിപാടി റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ബ്രൈഡും ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രൈഡും ഗ്രൂമും എത്തിയിട്ടുണ്ട്. നല്ലൊരു ജോഡിയാണ് കേട്ടോ. രണ്ടാളും ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്കൊരു ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടാളെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ സ്റ്റേജിൽ കയറിയ സമയത്താണ് കേട്ടോ അവരോട് നേരിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അവിടെ സ്റ്റേജിൽ കയറിയ സമയത്താണ്. നല്ല കമ്പനിയാണ് കേട്ടോ, രണ്ടാളും നന്നായിട്ട് വർത്തമാനം പറയുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അവിടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയൊക്കെ ഒന്ന് ബാക്ക് അടിച്ചതാണ് കേട്ടോ കല്യാണത്തിന് വരാൻ. പക്ഷെ അവിടെ പോയിട്ട് ഇവർ രണ്ടാളെയും കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. രണ്ടാളും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഒരു അറിയാത്ത ആൾക്കാരെ ഇടയിൽ പോയൊരു ഫീലൊന്നും ഉണ്ടായില്ല. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പത്തിരി, പൊറോട്ട, വെള്ളപ്പം, ബീഫ് ബിരിയാണി, ചിക്കൻ ചില്ലി, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. അതിന് ശേഷം പിന്നെ പുറത്ത് സ്വീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. ജിലേബി, ഐസ്ക്രീം, അങ്ങനെ ഓരോ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മാറി വന്നപ്പോഴാണ് കണ്ടത് ലൈവായിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കലൊക്കെ. വെള്ളപ്പവും പൊറാട്ടയും പത്തിരിയൊക്കെ ലൈവായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അതൊക്കെ കഴിഞ്ഞ് അവരോട് രണ്ടാളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഷെയ്ൻ ഖാനോടൊക്കെ പോയി പറഞ്ഞ് ഇനി വീട്ടിലേക്ക് വരുമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇപ്പാടെ മുഖത്ത് വേറൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഫ്രണ്ടിനെ കണ്ടുകൊണ്ടും പിന്നെ ആ മാരേജിന് ഞങ്ങളെല്ലാവരും കൂടി വന്നതുകൊണ്ടും ഒക്കെ ആവാട്ടോ ഹാപ്പി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. ഞങ്ങൾ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറയണത് ഉമ്മയുടെ ഒരു കസിൻ്റെ വീടുണ്ട് ഇവിടെ, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവ താത്താക്കൊക്കെ വിളിച്ച് താത്ത അവിടെ ഉണ്ടോയെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവരവിടെ വീട്ടിലുണ്ട് പറഞ്ഞു. ഞങ്ങൾ നേരെ അവരെ വീട്ടിൽ പോയി. ഇതാണ് കേട്ടോ അവരെ വീട്. ഈ വീട്ടിലേക്ക് ഞങ്ങൾ ഒരു വട്ടമായിട്ടേ വന്നിട്ടുള്ളൂ. ഞാനും ഉമ്മയൊക്കെ ഒരു തവണയേ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഈ താത്ത അങ്ങോട്ട് വീട്ടിലേക്ക് വരിക കാരണം ഞങ്ങളാരും ഇങ്ങോട്ട് വരലുണ്ടായിരുന്നില്ല. നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു വീടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. വീടിൻ്റെ റൂമുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്ക് വീടൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ജ്യൂസും ഒക്കെ കുടിച്ച് കുട്ടികൾ അവിടുന്ന് കല്യാണത്തിന് പോയവിടുന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്നൂനും സൈക്കോക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി പോകാൻ പെട്ടെന്ന് എത്താനുള്ള റൂട്ടൊക്കെ മാമ ചോദിക്കുകയാണ് കേട്ടോ. ഏത് വഴി പോയാലും നമ്മൾ പെട്ടെന്ന് എത്തുക എന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് പോണ വഴി തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ കയറിയിട്ടേ പോകാവൂ, ഇക്ക അവിടെ എന്തായാലും കയറണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരോടും ഒന്ന് പറഞ്ഞ് സെറ്റാക്കി. അവൾക്ക് മെസ്സേജ് അയച്ചു നോക്കി അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൾ അവിടെ ഉണ്ട് എനിക്ക് വായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇനി പോയിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ മാമാനോട് ഉപ്പാനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അവളെ വീട്ടിൽ പോയി. ഞങ്ങളവിടെ എത്തിയപ്പോൾ വീടിൻ്റെ പുറത്ത് തന്നെ അവളുണ്ടായിരുന്നു കേട്ടോ. അവളിപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവളെ ഓരോ കാര്യങ്ങളായിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് ഇറങ്ങി അവളെ കണ്ടു, സംസാരിച്ചു, പോന്നു. അത്ര അവിടെ നിന്നുള്ളൂ, അധികം സമയമൊന്നും നിന്നില്ല. സമയം കുറേ ആയിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അവളെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ഞാൻ അവളെ പേര് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലപ്പാറ വഴിയാണ് വന്നത്. അപ്പോൾ ഷഹനാനെയും അമ്നോനെയും ഉമ്മയുടെ വീട്ടിലിറക്കി. അത് കഴിഞ്ഞ് നേരെ പ്ലാത്ര പോയിട്ട് ഇപ്പാനെയും ഉമ്മാനെയും അവിടെ പ്ലാത്ര ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ കോതർശ്ശേക്ക് പോവുകയാണ്. മാമൻ എന്നെ കോതർശ്ശേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസങ്ങൾ
ആഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.